ഹായ് ഗൈസ്, വെൽക്കം ടു പുതിയ ദിവസത്തെ ഒരു വ്ളോഗ്. ഓക്കെ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഗൈസ്? ഇവനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതാണ് ഡാനിഷ്. എടാ, ഇത് ഈ വ്ളോഗിൽ നമ്മൾ പറഞ്ഞോ? യൂട്യൂബിൽ ഡാനിഷ് ഒന്നും വേണോ? മണ്ടനാവല്ലേ? ഇതാണ് ഡാനിഷ്. ഡാനിഷ്, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഇതൊരു ഇന്റർവ്യൂവിന് ഇരിക്കാണ് വിചാരിക്കേ. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഇപ്പൊ ഇൻവേർട്ടർ ഗൈസ്, നമ്മള് ഇന്നത്തെ പ്ലാൻ എന്താ വെച്ചാൽ, നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ നമ്മൾ കുളത്തിലേക്ക് ചാടാൻ പോയി. നമ്മൾ പഴയ കാല ഓർമ്മകളിലേക്ക് പോകണം. ലെഫ്റ്റ് യെസ്, ഇഷ്ടം പോലെ. ഇതാണ് നമ്മളെ നാട്. ഓക്കെ, നമ്മളെ നാട്ടിൽ നിന്ന് റോഡ് നേരെ പോയാൽ അസിയാക്കാൻ്റെ വീട്ടിൽ പോകും. ഓക്കെ, അസിയാക്കാൻ്റെ വീട്ടിൽ പോകും. ഇവിടെയൊക്കെ പണ്ട് ലൈക്ക് കുറേ മിസ്റ്റീരിയസ് ആയ സംഗതികൾ നടന്നിരുന്നു. അങ്ങനെയല്ല, ഇവിടേക്കും നമ്മളെ അമ്മമാർ വരാൻ അയക്കൂലേ. ഇവിടെ എന്തൊക്കെയാണ് അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കണ്ട് പണ്ട് കയറ്റക്കല്ല സൂപ്പറായി കയറി. നമ്മൾ സ്കൂൾ വിട്ട് കാണും ഇങ്ങനെ ചടപ്പട ഇങ്ങനെ നടന്നു തരും. ഓക്കെ, നമ്മളെ ടീമിൽ ഉള്ള യാസറും ഷിബിലും ഗൾഫിൽ പോയിന്. ഗൈസ്, ഇതാണ് അസിയാക്കാൻ്റെ വീട്. ഇവിടെയാണ് കുളം ഉള്ളത്. ഓക്കെ, പണ്ട് മൂപ്പര് ആ മലൻ്റെ മേലെ ഒരു പുലി, പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ വരുമ്പോണ്ടല്ലോ ആ മലൻ്റെ മേലെ പുലി തന്നെയല്ലേ, ഒരു ചെറിയ പ്രതിമൻ്റെ പുലി വെച്ചിന്. എന്നിട്ട് ഞങ്ങളൊക്കെ ഇങ്ങോട്ട് ഇതുവരെ വരുള്ളൂ. ഇതുവരെ വന്നിക്കാണ്ട് ഞങ്ങൾക്ക് അത് നോക്കിക്കാണ്ട് പോയി. ഞങ്ങൾക്ക് പേടിയാണ്. പുലി ഒറിജിനൽ വെച്ചാൽ ഞാൻ ധൈര്യശാലിയാണ്. ഈ മണ്ടനൊക്കെ പൊലം പേടിത്തൂടി. ഇവിടുത്തെ കുളമാണ്. കുളത്തിലെത്തിയിട്ട് കാണിക്കാം. ഓക്കെ, കുളത്ത് ചാടുന്ന വ്ളോഗാണെന്ന്. സൂപ്പർ വ്ളോഗ് കാരണം എന്ത് തേങ്ങ ഉണ്ടെങ്കിലും ലാസ്റ്റ് വരെ ഞങ്ങൾ കാണാം. ഓക്കെ, സബ്സ്ക്രൈബ് ആരില്ല, ഇവിടെ നിന്ന് ആരും ഇല്ലല്ലേ. അവിടെ നമുക്ക് പീസ്ഫുള്ളായിട്ട് ചാടാം. ഓക്കെ, പൂച്ച വരെ നീരാട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പൂച്ചക്കൊന്നും പണ്ടത്തെ പേടിയല്ല കേട്ടോ. ആടാ, ഇവിടെ മൊത്തത്തിൽ വിപുലീകരണം നടന്നിരിക്കണം. പണ്ട് നമ്മളൊക്കെ ഇവിടെ എത്ര വൈക്കിൽ ചെയ്യുന്നത് ഗൈസ്. ഇത് നിങ്ങളിനി കാണാൻ പോണതാണ്. ഇല്ലല്ല, അങ്ങനൊന്നുമില്ല ഗൈസ്. ഇനി നിങ്ങൾ കാണാൻ ഓ ഫുൾ നൊസ്റ്റാൾജിയായിട്ട് ഗൈസ്. നിങ്ങൾക്കിത് കാണുമ്പോൾ, നിങ്ങൾ കാണുന്നില്ലല്ലേ, നിങ്ങളിത് കാണുമ്പോൾ ഫുൾ നൊസ്റ്റാൾജിയ. കാണൂ, കുളം നിങ്ങൾ കാണൂ. നിങ്ങൾക്ക് എന്ത് നൊസ്റ്റാൾജിയ അല്ലേ? ഞങ്ങൾക്ക് നല്ല നൊസ്റ്റാൾജിയാണ്. ഓക്കെ, ഞാൻ നീന്താനൊക്കെ പഠിച്ച കുളമാണിത്. അവിടെ അവിടെയാണ് ഉറവുള്ളത്. ഇതാണ് ഉറവ. പാമ്പൊന്നും ഉണ്ടാവില്ല, തവളുണ്ടാവും. പിന്നെ അസീമിനെ വിളിച്ചപ്പോഴേ ഓൻ പണ്ടെന്നോ കുളത്തിൽ പോയപ്പോ മസിൽ കയറിക്കാണ് മുങ്ങി പൊന്തി. പിന്നെ ഓന് ശ്വാസം കിട്ടിയില്ല. അതുകൊണ്ട് പക്ഷെ വരുന്നുണ്ട്, ഞാൻ കാണാൻ വരാറുണ്ട്. പക്ഷെ ഇതാണ് കുളം. ഞങ്ങളെ നാട്ടിൽ പറയുകയാണെങ്കിൽ അസിയാക്കാൻ്റെ കുളം എന്നാണ് ഇതിന് പറയാം. എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ മേലേക്ക് കയറി എന്നാലും ഇത് കുളം. ഞാൻ നീന്താൻ പഠിച്ചത്, ഇവൻ നീന്താൻ പഠിച്ചത്. ഞങ്ങളെ കൂട്ടത്തിൽ നല്ല കൊതുണ്ട് കേട്ടോ. ഈ മണ്ടനെ ഇതൊക്കെ ലാസ്റ്റ് നമ്മളെ കൂട്ടത്തിൽ നീന്താൻ പഠിച്ചിട്ടുണ്ട്. നമുക്ക് നീന്താൻ അറിയില്ല, ഇതൊക്കെ പേടുത്ത്. അതായത് ഇവിടെ വൈഡായോ, അതായത് ഒന്നുമില്ല. നമ്മളിപ്പോൾ കുളത്തിൽ ചാടാണ്. ഞാൻ കാലങ്ങളായിട്ട് ഏകദേശം എത്രയും ഒരു കൊല്ലത്തിന്റെ മേലൊക്കെ ആയിട്ടുണ്ടാവില്ല. നമ്മൾ ഒരു കൊല്ലൊക്കെ ആയില്ലേ? അതല്ല, ഞാൻ കുളത്ത് ചാടിയിട്ട് എത്രയായി? എനിക്ക് ഓർമ്മയില്ല, സമയമല്ലേ പറയാൻ. ഓക്കെ, ഞാൻ ടീഷർട്ടൊക്കെ തപ്പി, പക്ഷെ കിട്ടിയില്ല. ഉള്ള കുപ്പായിട്ട് കണ്ടു വന്നു. നീ ഇറങ്ങിയേ ഡ്രസ്സ് അയക്കേ ചോദിക്കണോ? ഇപ്പോഴാ ചടങ്ങുണ്ടല്ലേ ഗൈസ്. പണ്ട് മുതലേ നമ്മൾ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് നോക്കിക്കണം നിങ്ങൾ ചാടട്ടേന്ന് ചോദിക്കും. ഓല് അപ്രൂവ്ഡ് ആയിട്ട് തന്നാലേ ഓല് ഇങ്ങനെ പറയണം, ചാടിക്കോ പറയണം, എന്നാലേ നമുക്ക് ചാടാൻ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് വ്ളോഗ് എടുക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യും. നമ്മൾ 10,000 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, കൊതടിക്കൊണ്ട് ഞാൻ പോയി ചോദിക്കുവോ? പോയി ചോദിക്കേ. ഞാനോ പണ്ട് ഇങ്ങനെ തന്നെ. ഞാൻ ചോദിക്കണം ഗൈസ്. ഞങ്ങൾ ചോദിച്ച അനുവാദം വാങ്ങിയിട്ട് വരാം. അത് നമ്മൾ വീഡിയോയിൽ കാണിക്കൂല കേട്ടോ. ഓക്കെ, നിങ്ങൾ ഒരു മിനിറ്റ് ഗൈസ്. നമുക്ക് അനുവാദം കിട്ടി ഗൈസ്. ഈ മണ്ടനോട് ഞാൻ കുറേ ചോദിക്കാൻ പറഞ്ഞു. അഫ്താബ് ഇങ്ങനെ പേടിച്ചിട്ടുണ്ട് കൊള്ളാറട്ടെ. ലൈക്ക് അത് നമ്മൾ എന്തായാലും നമ്മളെ അയൽവാസികളാണെന്ന് നമ്മൾ അനുവാദം ചോദിക്കണം. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് ചാടാം. എനിക്ക് നീന്താ അറിയോ? കാര്യത്തിൽ വെച്ചു നീ ഈ മണ്ട ഇന്ത്യ ഇവന്റെ കാട്ടിക്കൂട്ടുണ്ട്. ഇവൻ നീന്താ അറിയില്ലോണ്ട് കേട്ടോ. അഫ്താബിന്റെ പുറത്തോ മറ്റേ ഇപ്പൊ പൊട്ടാമസാ ചാടേ അല്ല ഇറങ്ങേ പോയാടുന്ന്. എനിക്ക് അങ്ങനെ ഒറ്റടിക്ക് ചാടി ശീലമില്ല. അതല്ല, പിന്നെ നേരല്ല, ലേറ്റ് ആണ്. ഇപ്പൊ ഇറങ്ങിയ അഫ്താബാണ് ഉദ്ഘാടനം കഴിക്കുന്നത് ഗൈസ്. ഇങ്ങനെ പാന്റ് കൊടുക്കണ ചാടുന്നേ കാര്യത്തില് പാന്റ് കൊടുക്കണ ചാടുന്നേ ഗൈസ്. അഫ്താബ് ഉണ്ട്. എന്റെ ഫോൺ എടുത്താ
അല്ല അലി വേണ്ട ചാടി അന്നാ ഇറങ്ങിയേ എന്തേലും കാട്ടെ. അഫ്താബ് നീരാടാൻ പോവാട്ടോ. ഓ ഈ വള്ളത്തിൽ നല്ല ചാടിയത്. എനിക്ക് വേറെ ഒരു എഫക്റ്റ് ഒക്കെ വരും. നല്ല സുഖം. അഫ്താബ് പിന്നെ ചെന്താട്ടിന് ഇരിക്കേ. ഗൈസ് ഡാനിഷ് ഇറങ്ങണ്ട്. ഡാനിഷ് തണുപ്പുണ്ടോ? ഞാനിവിടെ വീഡിയോ എടുക്കുമാണ് ഇറങ്ങുമാണ് ആകെ ഹറി ബറിയിലാണ്. ഞാൻ ഇറങ്ങേണ്ടത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ കാണിച്ചു തരാം. ഓക്കെ അത് ഞാൻ കുറച്ച് പണിയിലാണ്. ഇറങ്ങേണ്ട വീഡിയോ കാണിച്ചു തരാം. ഗൈസ് ഞാൻ ഇറങ്ങാൻ പോണേ. ഓക്കെ ഞാൻ അഫ്താബാണ് ക്യാമറ പിടിക്കുന്നത്. പക്ഷേ ഇത് റിവ്യൂ പറയാം. ഇറങ്ങിന്റെ റിവ്യൂ പറയാം. സൂപ്പർ. നല്ല തണുപ്പുണ്ടോ? സെറ്റ്. തണുപ്പില്ലേ? സെറ്റാണോ? ഓക്കെ ഗൈസ് ഇവരെല്ലാവരും ഇങ്ങനെ നീന്തി മെല്ലെ പോയത്. ഞാൻ ഫുൾ പ്രോ ലെവലിൽ ചാടിക്കാനാണ്. ഫസ്റ്റ് തന്നെ നിങ്ങളൊരു പൂളാങ്കുത്തിൽ പ്രതീക്ഷിക്കരുത്. ഓക്കെ ഫസ്റ്റ് നമ്മൾ ഫുള്ള് ചാടി ഒരു കുഴപ്പമില്ല. അക്കരെ കടന്ന മനുഷ്യനാണ്. എത്ര കാലം ഞാൻ ഇപ്പൊ ദുബായിൽ നിന്ന് കടലിൽ നീന്തി വരുന്ന ആളാണ്. ഇത് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അഫ്താബ് ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യണം. ഓക്കെ നമ്മുടെ ചാനൽ എത്രയും പെട്ടെന്ന് 1 മില്യൺ അടിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാ. നമുക്ക് പല വിധത്തിൽ നീന്താൻ പറ്റും. ഒന്ന് നമ്മൾ ലേഡീസ് അധികം അങ്ങനെ നീന്തലിച്ച് 2x 1x കേട്ടോ. ലേഡീസ് അധികം അങ്ങനെ നീന്തലിച്ചാൽ ഇങ്ങനെയാണ് നീന്തുക. ഓക്കെ പഠിച്ച കുട്ടികൾ എങ്ങനെ പഠിച്ച ആൾക്കാർ എങ്ങനെ നീന്തലിച്ചാൽ ഇങ്ങനെയാണ് നീന്തുക. നിന്നെ പോലുള്ള പ്രോകൾ എങ്ങനെ നീന്തലിച്ചാൽ വളരെ സിമ്പിൾ. നമ്മൾ നീന്തുന്നത് വെള്ളം പോലും അറിയാൻ പാടില്ല. ഇല്ല വെള്ളം അറിയില്ല. ഇങ്ങനെയാണ് നീന്തുക. ഓക്കെ നമുക്ക് മലന്ന് കടന്ന് നീന്താം. പണ്ടത്തെ ഒരു ശ്വാസം ഇതിപ്പോ കഴിയും. മലന്ന് കടന്ന് എങ്ങനെ നീന്താൻ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് മലന്ന് കടന്ന് നീന്തുക. നിങ്ങൾക്ക് വേറെ സാധനം കാണിച്ചാൽ ഈ 2 മണ്ടന്മാർക്ക് വെക്കാത്ത സാധനം കിടക്കണം കാണിച്ചോ. കൈയും കാലും ഫുൾ അടിക്കാതെ കിടക്കണ ഞാൻ കാണിച്ചാൽ തുഴയാതെ 2 കൈയും കാലും പൊങ്ങും ചെയ്യും. കാലടിക്കണോ? ഇതെന്ത് കടത്താത്? കാലടിക്കോണ്ടിട്ട് കാലതാ പോണോ? ഇത് കടത്തൊന്നും അറിയാലോ ഇതിന്. നിങ്ങൾക്ക് മറിഞ്ഞു കാണിച്ചോ. ആദ്യം ഡാൻസ് അങ്ങോട്ട് ആ ചാറ്റി പോയി മറിഞ്ഞ് നീ പ്രോ ഫസ്റ്റ് മറിഞ്ഞ് കാണിച്ചോ. അത് മറച്ചിലല്ല, അത് അടി തെറ്റിയാല് പർസിന് വീഴുന്ന് കാണിച്ചതാണ്. ഉണങ്ങിയോ? ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ടൂ ആണ്. മറിഞ്ഞ് കാണിച്ചത് ശ്വാസം എനർജി ഇല്ല കേട്ടോ. എല്ലാവരും പഠിക്കന്മാരെല്ലാം എങ്ങനെയാന്ന് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾ പഠിക്കണം. പ്രോ ആണ് കേട്ടോ. പ്രോ ഒരു സാധനം കാണിച്ചതാ ഡൈവ് ചെയ്യണത്. മലപ്പുറം ബസ്സിൽ നമ്മള് പൂളാങ്കുത്താന്ന് പറയും.
അതാ ശരിക്കുള്ള പൂള മൊത്തം ഇപ്പൊ കണ്ടു. അവിടെ പിടിച്ച മേലെ പുളമുത്തിൽ എങ്ങനെയാണ് കാണിച്ചാ? പുളമുത്തിൽ നമ്മൾ ആ ലെവലിലേക്ക് കയറി പോകും കേട്ടോ. അവിടെ ശ്വാസം ഉണ്ടല്ലോ. ഓക്കെ റെഡി. ശരി ഓ ഇവിടുന്ന് അങ്ങോട്ട് ചാടി എന്നിട്ട് അവിടെ തീർന്നു പൊട്ട ആരുടെ മനുഷ്യനല്ലേ ചാടി പൗതി പോണം കഴിഞ്ഞൂടെ? അത് ശരിയാണ്. നമുക്ക് അഫ്താബിന്റെ കുറച്ച് കലാവിരുദ്ധകൾ നമുക്ക് എടുക്കാം. അഫ്താബ് നമ്മളെ വീഡിയോ പിടിക്കും. കട്ട് ചെയ്യണ്ട. പിന്നെ എന്റെ കലാവിരുദ്ധമൊന്നും കേട്ടോ. എന്റെ കലാവിരുദ്ധമൊന്നും എന്റെ കലാവിരുദ്ധം ഉണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇവിടുന്ന് ചാടിയിട്ടില്ല. അഫ്താബ് ചാടാൻ പോണ ഇറങ്ങലാണ് എങ്ങനെ പോത്താളെ കുളിപ്പിച്ചിറങ്ങണേ ചാടജ് ഇവിടുന്ന് ചാട അവിടുന്ന് ചാട ഒറ്റ അടിക്കാൻ ഇവിടുന്ന് ചാട അല്ലേ മുണ്ടൂല കേട്ടോ. ഇവിടുന്ന് അവിടുന്ന് ചാടണം. നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ട് ചാടണം. അടിക്കെത്തിയ പൊന്തും വലിയ ശരീരല്ലേ. എന്താ അതിന് കേൾക്കൂല. അടി പോയി എനിക്ക് വെള്ളം കയറും. പോവാൻ വെക്കും പക്ഷെ ഞാൻ അടി പോവലില്ല. വേപ്പ വെള്ളം കയറും ഒക്കെ പാടെ. ചാട ഗൈസ് ഞാനിപ്പോ വെള്ളത്തിൽ സമാധി ആയിക്കൊണ്ടിരിക്കണേ. അല്ല അസീമ് ഞാനല്ല, ഞാൻ പ്രോ. അഫ്താബിന്റെ ചാട്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ ചാട അഫ്താബ് പോലെ 3, 2, 1 എണ്ണണ്ട. അഫ്താബ് ടെൻഷൻ. ചാട ഇതൊന്ന് ചാടുവോ? സബ്സ്ക്രൈബേഴ്സ് വെയിറ്റ് ചെയ്യാണ്. ചാടിയിട്ട് എൻ്റെ അടുത്ത് പൊന്താണ്. എന്നിട്ട് ഗൈസിനോട് ഹായ് ഗൈസ് എന്ന് പറയണം. ചാട ഈ മോണ്ടൻ ഇത്ര പേടിയാ? പിന്നെ എന്നാ ക്യാമറ ഓഫ് ആക്കിയെന്ന് വിചാരിച്ചാണ് ചാടേ. ചാടന്റെ അഫിയെ ചാടേ എങ്ങട്ട് ചാടേ. ഇവ ഒരു മൺഗുണാഞ്ച. അഫ്താബ് ഓഫീസിൽ പോണ ലുക്കിലേക്ക് കൊളത്തി ചാടാൻ മേലിട്ടോ. ഫുൾ കാഷ്വൽ ലുക്സ് ഉള്ളി. ചാടഫിയെ ചാടേ വേണ്ട മുങ്ങി പൊന്തിക്കണ്. സെറ്റ് എന്നോട് ഇവിടെ പൊന്താൻ പറഞ്ഞേ. അലിഫ് ചാട്ടം അങ്ങനെയല്ല. എനിക്ക് വെള്ളം ഈ ഫോണും കൊണ്ട് വെള്ളത്തിൽ മുങ്ങണമെന്നുണ്ട്. പിന്നെന്താ മുങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ലാസ്റ്റത്തെ വ്ളോഗ് കയറാം. എന്താ അഫ്താബ് ഛർദിക്കൊണ്ടോന്നിട്ടാ. ഇതാണ് ഒറവ. ഓക്കെ ഇതാണ് ഒറവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭൂമിയിൽ നിന്ന് വരുന്ന വെള്ളം. ഈ വെള്ളം നമുക്ക് പക്ക നാച്ചുറലായിട്ട് കുടിക്കാൻ പറ്റും. ഏത് അതിൻ്റെ ഉള്ളിൽ സുഭാഷോ അവിടുന്ന് അങ്ങനെ ഏകദേശം നമുക്ക് ഈ വെള്ളം നാച്ചുറലായിട്ട് കുടിക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഏത് റിവേഴ്സോ? മലനീന്ത മലനീന്ത ഇതൊക്കെ പോണേ. ഇവൻ ആ പോയ കപ്പലിൽ തിരിച്ചു വരുമോ? എന്ത് റിവേഴ്സാ മഞ്ചി? ഇങ്ങനെ റിവേഴ്സിലല്ല. ഇത് ഞാൻ വെള്ളം കുടിച്ച് കാണിച്ചതാ. ഇതാണ് ഒറവ. ഇത് ഭൂമിയിൽ നിന്ന് വരുന്നേ. ഭൂമിയിൽ നിന്ന് ആടാ കുടിക്കാം. നാച്ചുറൽ വാട്ടർ. നാച്ചുറൽ വാട്ടർ നല്ല ടേസ്റ്റ് ഒന്നുമില്ല. ഇതെന്താ കാട്ടുന്നേ? ലിപ്ലോക്ക് കാര്യം തവള അവിടെ ഇരിക്കല്. തവളമൂത്രത്തെയാണോ? വെറുതെ ഒരു ടേസ്റ്റ് കമ്മി.
ഇല്ല സീനൊന്നുമില്ല ഗൈസ്. ഇവിടുത്തെ വെള്ളം കുടിച്ചിട്ടാണ് ഞങ്ങളൊക്കെ വളർന്നത്. ചെറുപ്പം മുതലേ സ്കൂൾ വിട്ട് വരിക, നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരിക, നേരെ കൊളുത്ത് ചാടുക, അങ്ങനത്തെ വൈബിന് നമുക്ക്. ഞങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എത്ര മിക്കവാറും പറഞ്ഞ് ഫോൺ ചാടുകളുണ്ടോ, നിങ്ങൾ എത്ര സ്ട്രെസ്ഫുൾ ആയിക്കോട്ടെ, നിങ്ങൾ എത്ര ഭയങ്കര ടെൻഷനിലായിക്കോട്ടെ, ഇതേപോലെ വെള്ളമുള്ള സമയത്ത് കുളത്തിലൊക്കെ പോയി ചാടുക. ഇതിൽ വെള്ളമില്ലാത്ത സമയത്ത് നമുക്ക് അടിയിലേക്ക് ഇറങ്ങി നടക്കും. അപ്പോൾ നിങ്ങൾ എത്ര തിരക്കിലാണെങ്കിലും എത്ര പൈസക്കാരനാണെങ്കിലും നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഓക്കെ, ഈ 2 മണ്ടന്മാർ മിക്കവാറും ഞാൻ തൂക്കിയെടുത്ത് കൊണ്ടുപോകാറുണ്ട്. 2 മണ്ടന്മാർക്ക് മര്യാദക്ക് നീന്തല്ല. ഞാൻ മാത്രമാണ് നരൻ പോലെ പ്രോ ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ 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 ആരാ കൂടുതൽ നേരം മുങ്ങി നിൽക്കുക? ആയിക്കോട്ടെ, റെഡി? വേണ്ട വേണ്ട, ഇത് അങ്ങോട്ടോ ആദ്യം. നിങ്ങൾ രണ്ടാളും മത്സരിച്ചിട്ട് ആദ്യത്തെ ഫൈനലിസ്റ്റ് ഞാൻ മത്സരിക്കും. നിങ്ങൾ രണ്ടാളും ആദ്യം മത്സരിക്കുക. ഓക്കെ, അല്ല നിൽക്ക്. റെഡി? 1. ഇല്ല, അവിടെ ആ പാർക്കും അടിയിൽ ഇല്ല. റെഡി? എടാ പൊട്ട അവസ്ഥ എവിടെയും പൊടിച്ചു നമുക്ക് പൊന്തേണ്ട ആവശ്യം ഉണ്ടാവില്ല അവിടെ. കാര്യം അതിന് അങ്ങനല്ല. അവിടെ കയ്യച്ചോ? ഓക്കെ, നിക്ക്. റെഡി? എത്തായിട്ടില്ലേ? 3, 2, 1 ഗോ. പോട്ടെ. രണ്ടാളും മിക്കവാറും ഇപ്പൊ പൊന്തൂലട്ടാ. കാല് പൊന്തി എന്നിട്ട് തലയാണ് ആദ്യം പൊന്തി. ഡാൻസ് ഇപ്പോഴും പറഞ്ഞിട്ട് ചില പാവം. സുഭാഷാവോ? അഭിലാഷേ അല്ല സുഭാഷ്. കാറ്റ് പോയാ ഇന്ന് പോയാ കടിയിൽ എന്താ സംഭവിക്കണത്? ചിലപ്പോ തവളനോടൊക്കെ എത്തുന്നു പറഞ്ഞിട്ട് പോയോ കടിക്ക്. ഓ എന്ത് പ്രോ ലെവൽ. എന്താ പൊട്ട ഡാൻസ്. എത്ര തോറ്റല് ചെയ്യും. എന്നിട്ട് ഇതിന് അടി കടിച്ച് ഇത്ര നേരം നിന്നത് പൊട്ട. നിങ്ങൾ രണ്ടാളല്ലേ മത്സരിച്ചുള്ളൂ, അതായാലും വല്ല. ഇനി ഞങ്ങൾ പ്രകൃതി രമണിയായിട്ട് ആസ്വദിക്കട്ടെ. നമുക്ക് ഫൈനലോ എന്നാ ഫൈനല്. ഇനി ഞാനും ഡാനിഷും ഫൈനല്. ഓക്കെ, ഞങ്ങളിതിൽ കൂടുതൽ നേരം ആരാ മുങ്ങിക്കും. മിക്കവാറും ഞാൻ പൊട്ടോളുണ്ടോ? ഒരു 2x ഇട്ടോ. ഞാൻ പറഞ്ഞതാ, 8 പിടിച്ചാൽ മതി. 2x ആണ്, 1x ഇത് പിടിച്ചോ. 1x അല്ലേ? ഓക്കെ, ഈ മൈക്കിൻ്റെ ഇവിടെ നിന്ന് കൈ എടുത്തു ഇങ്ങനെ പിടിച്ചാൽ മതി. ഗൈസ്, ഞാൻ ജയിക്കുന്നാണ് എൻ്റെ വിശ്വാസം. മൈക്കോടല്ലേ? ആ മൈക്കോടെ. ഞാൻ ജയിക്കുന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ ഗൈസ്, ഞാൻ കുറെ കാലായി ഫിക്സ് ചെയ്യാൻ മറ്റേലോ ബൈക്കോലെ. കഴിക്കുന്നു പോവും. വാമപ്പാണിത്. അടിപൊളി തീർച്ച കഴിയും. ഓക്കെ, ഞാൻ തിരിഞ്ഞില്ല, ചെറുപ്പിച്ചല്ലേ? റെഡി? 1, 2, ഇത് ഞാൻ പറയാം, സ്റ്റാർട്ട് പറയാം. 3, 2, 1 ഗോ. എന്തപ്പോ ഇത്? ഇല്ലല്ലേ, കട്ടേജ് പറഞ്ഞോ? മരിച്ചോ? ഓ വള്ളായി. എത്ര ചെങ്ങായി ഇത്ര പൊന്തിച്ചെന്ത് കാട്ടിപ്പാടെ. തോറ്റു. ഇല്ല 1-2 സെക്കൻഡ് അല്ലേ? 1-2 സെക്കൻഡുള്ളൂ. എന്നാലും തോറ്റു. ഇജെന്താ അടിയിൽ കാലിട്ട് അടിച്ചു ഇവിടെ മേലേക്ക്? അപ്പൊ അതല്ലേ ഞാൻ പറഞ്ഞു, ഞാൻ പൊന്താണെന്ന്. അതാണ് ഇപ്പൊ പൊന്തിക്കാട് ചിരിച്ചുകാട് പൊന്തിയത്. അതെന്തേ ഓനെ സംഭവം ഓന്റെ പാളിക്കണം. ഓൻ അങ്ങനെ പൊന്തി ചിരിച്ചു കാണാൻ പൊന്തി. എന്തോ സംഭവിച്ചോളൂ. ഇതിന്റെ ശ്വാസം പോകാനുണ്ടാവും.
ഞാൻ പൊന്താ കാട്ടുന്നേ എന്താ കാട്ടല്ലേ പൊന്താനോ അല്ല പൊന്താനല്ല പൊന്താതെക്കാണ് ഇവിടെ കൈയിട്ടുക അപ്പൊ മൂക്കാര പൊത്താൻ ഒരു കൈയിട്ട് മൂക്കൊത്തു പൊട്ടാ എന്നിട്ട് മുങ്ങുക ഒക്കെ പഠിപ്പിച്ചു പങ്ക് ഇത് MBA എടുത്ത് MBA രാവിലെ മുതൽ വള്ളത്തിൽ ആസനം കിടക്കാനല്ലേ പഠിപ്പിച്ചത് അടിക്കാൻ ഈ ഓണാണ് ക്യാമറ വാ ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട് ഡാൻസ് ആദ്യം പോയിക്കോട്ടോ അതെന്താ വേഴ്സ് പോണോ മുങ്ങ 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 ഇപ്പൊ ഡാൻസ് റിവേഴ്സ് ഇങ്ങനെ പോയി അതൊരു യൂട്യൂബിലൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഷവർമ്മ വാങ്ങിട്ട ആ ഷവർമ്മക്ക് മുങ്ങി അവിടെ സബ്സ്ക്രൈബേഴ്സ് ആണോ കാണിച്ചേ പോലിട്ടോ ഹായ് പറയൂ ഹായ് നിങ്ങളെങ്ങനെ അറിഞ്ഞു വേണ്ടത് പഠിച്ചോ വിളിച്ചറിഞ്ഞോ അത് യൂട്യൂബിൽ കുറച്ച് സംസാരിക്കാൻ താല്പര്യം അത് വരുന്നോ എന്താ എത്ര ക്ലാസ് പഠിക്കണേ 6ലോ എത്രയ്ക്കാ ഇനി ആർക്കോ 4 ക്ലാസ് വെക്കല്ലേ ഒരു ബുക്ക് വാങ്ങിയോ പെൻസില് റബ്ബർ സ്കെയില് എല്ലാം വാങ്ങി സ്കൂൾക്ക് പോയാൽ മതി എന്റെ വ്ളോഗ് വാങ്ങട്ടോ സ്കൂൾക്ക് പോയില്ലെങ്കിൽ കുഴപ്പമില്ല എന്റെ വ്ളോഗ് ഉണ്ടോ ഓക്കെ നാളെ പറഞ്ഞ ലീവ് എടുക്കരുത് യൂട്യൂബില് ഡാൻസ് നീന്തിയ കര മൊത്തം അറിയും ഞാൻ ചാടിക്കാണ്ട് നേരെ വ്ളോഗിനെ കൊണ്ടുകൊണ്ട് ഇപ്പൊ ചാടും വ്ളോഗിന്റെ നേരെ ഓക്കെ എന്താ ചാടിക്കാണ്ട് പോയി ഹൈ ഗൈസ് അവിടെ പോയിട്ടല്ലേ ചിരിപ്പിച്ചോണ്ടില്ല കയ്യില്ല പിന്നെ ഗൈസ് ഞങ്ങൾ നീന്തി ഒരു ലെവലിലെത്തിക്കണു ഡാനിഷ് ഇതാ ചോര കണ്ടു ഗൈസ് നോട്ടോട്ടെ എന്താണ് ഡാനിഷ് പറയാനുള്ളത് ഡാനിഷ് ഒന്ന് ഡൈവ് ചെയ്താണ് ഓൻ നേരെ അടി പോയി ഓനെ ഞാൻ പൂളാൻ കുത്താൻ പഠിപ്പിച്ചാണ് അപ്പോൾ അടി പോയിക്കാണ്ട് പാറ ഒരണ്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് കണ്ടു വന്നു ഗൈസ് നമ്മളെ കുട്ടി ഫോളോവേഴ്സ് നമ്മളെ കാണാനായിട്ട് വന്നിക്കണ് എന്റെ പേര് പറയും അമൻ അഞ്ചലോ എത്രയിലാ നാണം നോക്കിയാണ് എത്രയിലാണ് ഊക്കേജിയിലാണ് നാളെ ഇപ്പൊ ഇനി യൂക്കേജിക്കാ നാളെ സ്കൂൾ ഇറക്കല്ലേ എന്റെ പല്ലാര വേണ്ടി നോക്കട്ടെ സൂപ്പർ കാറ്റെടുക്കാൻ വേണ്ടിട്ടാ എന്റെ പേര് എന്താ എത്രയിലാ പേടിച്ചിട്ട് ഞാനൊന്നും കാട്ടൂല എത്രക്കാണ് LJക്കോ LJക്ക് അല്ലേ LKG പറഞ്ഞ LKG പറ എത്രയില്ല എന്റെ പേര് ഹയ എത്രക്ക ഹയന്റെ പല്ലാച്ചാ ഏയ് സൂപ്പർ എന്റെ പേരെന്താ നിഷ്വ എത്രക്കാണ് 3 നിങ്ങളൊക്കെ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണോ ഫോളോവേഴ്സ് ആണോ ഫോളോവറും സബ്സ്ക്രൈബറും യോ അങ്ങനെ അറിയോ ഇന്നെ കണ്ടക്കണോ ഇന്നെ കണ്ടില്ലേ കണ്ടിട്ടില്ല അറിയാം കണ്ടിട്ടില്ല അറിയാം എന്താ ചെയ്യാ ആർക്കും അറിയില്ല കേട്ടോ എന്താ ചെയ്യാ ദുആ ചെയ്യാ ഫോളോ ചെയ്യാ നമുക്ക് നീന്താ അറിയോ പ്രോ ആണ് നമുക്ക് നീന്താ അറിയോ എന്നാ പിന്നെ ബൈക്കോളി കുറച്ച് നീന്താ അറിയോ എന്നാ ചാടിക്കാൻ നോക്കട്ടെ അല്ലാ ഓക്കെ ഗൈസ് എന്നാ ശരി കേട്ടോ ബൈ ബൈക്കോളി ബാങ്ക് കൊടുക്കാനേ ബൈ പറഞ്ഞേ ഗൈസ് ചോര കാണിച്ച കോപ്പിറൈറ്റ് കിട്ടുവോ വീണോ കുട്ടികള് ഇല്ല എന്ത് ചോരടാ ജാമേച്ച മാതിരി ഉണ്ട് വീട്ടിൽ പോയിട്ട് ഇറങ്ങിയാൽ മതി നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ അത് പണ്ടൊന്നും സീരിയൽ ഇപ്പൊ ചോര കാണുമ്പോ എന്തൊക്കെയാ ഭ്രാന്തടിക്കും വരലുണ്ടല്ലേ
അതിനോട് ഞാൻ മാന്യ മര്യാദക്ക് പറഞ്ഞു നടുക്കൊക്കെ ചാടിക്കോ നടുക്കൊക്കെ ചാടി അവിടെ പാറുണ്ട്. ഞാൻ ജനിച്ച് വളർന്ന കുളമാണിത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം ഇതിന്റെ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഉള്ളത്. അപ്പൊ ഇന്നത്തെ കുളത്തിൽ അഫ്താബേ ഇന്നത്തെ കുളത്തിന്റെ റിവ്യൂ പറയാം. അടിപൊളി എക്സ്പീരിയൻസ്. എന്തായാലും ശേഷം അതെ 4-5 കൊല്ലം ഇവിടെ ചാടി. യെസ്, ഞങ്ങളെ തൊട്ട അയൽവാസിന്റെ വീട്ടിലത്തെ കുളമാണെന്ന് എനിക്ക് 4-5 കൊല്ലത്തിന്റെ മേലെ നമ്മളിവിടെ ചാടിയിട്ട്. കാരണം നമ്മൾ ബാങ്ക് കൊടുക്കാനായിട്ടാ പോരെ ആ നിസ്കരിച്ചിട്ട് ഇവിടെ ചാടാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നിസ്കാരം കഴിഞ്ഞിട്ട് വാ ആ ചോരൊക്കെ ഒഴിവാക്കാം. ഞങ്ങൾ ഇറങ്ങി നടക്കട്ടെ കേട്ടോ. ഓക്കെ ഗൈസ്. കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനേ ഡാനിഷിന്റെ കയ്യിൽ നിന്ന് മുറിവായല്ലോ. ഈ മണ്ടനോട് ഞാൻ മോനെ നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലമാണിത്. ഓക്കെ, ജനിച്ചു വളർന്ന സ്ഥലം. അതുകൊണ്ട് നമ്മൾ പോകൂല. അത് നിങ്ങൾ അഫ്താബിന്റെ വീട് കണ്ടിട്ടില്ലല്ലോ. അഫ്താബിന്റെ വീടാണ് ഗൈസ് ഇത്. അതാണ് അഫ്താബിന്റെ വീട്. ഓക്കെ, അഫ്താബ് ജനിച്ചു വളർന്ന വീട്. അഫ്താബ് കുളിച്ചുന്ന ടാങ്കത്തെ വെള്ളം കുളിച്ചുന്ന വെള്ളത്തിന്റെ ടാങ്ക്. ഇതിങ്ങനെ അടിക്ക് ഇറങ്ങി പോയിട്ട് ഒരു ലെഫ്റ്റ് കയറിയാൽ നമ്മളെ വീട്. ഓക്കെ, ഡാൻസ് കുളത്തിന്റെ റിവ്യൂ പറയാം. ഡാൻസിന് റിവ്യൂ കഴിയുന്നില്ല. യെസ്, ഡാൻസ് ആകെ പൊലിവായിക്കണ്. ഓക്കെ, ഇവിടെ വീഡിയോ ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ? അത്ര മതില്ലേ? സോ ഗൈസ്, ഇന്നത്തെ ഞായറാഴ്ച വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പെട്ടെന്ന് ഇപ്പം തന്നെ 10K സബ്സ്ക്രൈബേഴ്സ് ആവാനേക്കാണ്. ബാങ്ക് കൊടുക്കണ്ടേ നമുക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാറുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എന്താ ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഞാൻ മറന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എന്താ ചെയ്യുക, എല്ലാവരും ദുആ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.